നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രേഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെള്ളിക്കുളങ്ങര പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ പീഡന കേസ് പ്രതി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ക്ഷേമനിധി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. മദ്യലഹരിയിൽ അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റം. മകൻ അച്ഛനെ വെട്ടി. അതിരപ്പിള്ളിയിൽ ചെത്ത് തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. പോലീസ് ജീപ്പിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. ആമ്പല്ലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. മാലിന്യമുക്ത നവകേരളം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നടത്തിയ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ഹരിത വിദ്യാലയത്തിൽ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ A+ നേടി. ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ അനുമോദന യോഗം നടത്തി. വരന്തരപ്പിള്ളിയിൽ പാലം പണിയുടെ പേരിൽ വീടിന് മുൻപിൽ കിടങ്ങു നിർമ്മിച്ച സംഭവം. പരാതിക്കാരന് വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. കാടുകുറ്റി മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് നേതൃയോഗം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. വെള്ളിക്കുളങ്ങര പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ പീഡന കേസ് പ്രതി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വെള്ളിക്കുളങ്ങര മാരാങ്കോട് പടിഞ്ഞാക്കര വീട്ടിൽ ബിനീഷാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് തളിക്കുളത്ത് വെച്ചായിരുന്നു സംഭവം. ചാലക്കുടി മജിസ്ട്രേറ്റ് അവധിയിലായിരുന്നതിനാൽ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന്റെ മുതുവറയിലുള്ള വീട്ടിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ തളിക്കുളത്ത് വെച്ചായിരുന്നു പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തി. സംഭവത്തിൽ പ്രതിക്കെതിരെ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തു. മജിസ്ട്രേറ്റ് പ്രതിയെ റിമാൻഡ് ചെയ്തു. ക്ഷേമനിധി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. കേരളത്തിലെ വിവിധ തൊഴിലാളി ക്ഷേമനിധികളുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്നുവെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ് ഇതിന് പ്രധാന കാരണമെന്നും MLA ആരോപിച്ചു. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി പനമ്പിള്ളി സ്മാരക മന്ദിര ഹാളിൽ വെച്ച് നടത്തിയ MR നാദിർ ഷാ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് PC തോമസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തയ്യൽ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാബു അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ OS ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമങ്ങളെക്കുറിച്ച് ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ചന്ദന PS ബോധവൽക്കരണ ക്ലാസ് നടത്തി. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PV സുരേന്ദ്രൻ സ്വാഗതവും സുജാത നന്ദിയും രേഖപ്പെടുത്തി. അതിരപ്പിള്ളിയിൽ ചെത്ത് തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. കുറ്റിച്ചിറ കുണ്ടുകുഴി പാടം കാടുകുറ്റി വീട്ടിൽ രാമകൃഷ്ണൻ മകൻ ഷാജുവാണ് മരണപ്പെട്ടത്. ചെത്തുതൊഴിലാളി യൂണിയൻ AITUC അംഗമായിരുന്നു. ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രി എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചുവെങ്കിലും വഴിമധ്യേ മരണപ്പെട്ടിരുന്നു. ജോലിയുടെ ഭാഗമായി തെങ്ങിൽ കയറുന്നതിനിടയിലായിരുന്നു അപകടം. അമ്മ പരേതയായ അമ്മിണി, ഭാര്യ സലീല, മക്കൾ നിധില, നിഖില. പോലീസ് ജീപ്പിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ആമ്പക്കാട് പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെയാണ് യുവാവ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്തത്. തടഞ്ഞ പോലീസുകാരെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പുഴയ്ക്കൽ സ്വദേശി അബിത്താണ് ജീപ്പിന് മുകളിൽ കയറിയത്. അബിത്, സഹോദരൻ അജിത്,
ചിറ്റാറ്റുകര സ്വദേശി ധനൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തുരാജ റാലിയും സെയിൻസ് പരേഡും യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഗ്ലെസിൻ പയസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി ക്യാപ്റ്റനും വിശ്വാസ പരിശീലന യൂണിറ്റ് ലീഡറുമായ ബിൻസിക് പേപ്പൽ പതാക കൈമാറി. 650-ലധികം കുട്ടികൾ അണിനിരന്ന റാലിക്ക് ഇടവക കാത്താകെറ്റിക്കൽ കൗൺസിൽ അംഗങ്ങളും വിശ്വാസ പരിശീലകരും നേതൃത്വം നൽകി. റാലിയുടെ സമാപനത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിജോ മുരിങ്ങാത്തേരിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ആമ്പല്ലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ലോറിയുടെ പിറകിൽ കുരുങ്ങിയതോടെ അരമണിക്കൂറോളം കല്ലൂർ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. ഞായറാഴ്ച 4:30-യോടെയായിരുന്നു സംഭവം. കല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർഭാഗത്തു നിന്നും ആമ്പല്ലൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യമുക്ത നവകേരളം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നടത്തിയ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ഹരിത വിദ്യാലയത്തിൽ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ A+ നേടി. മാലിന്യമുക്ത നവകേരളം കൊരട്ടി പഞ്ചായത്ത് നടത്തിയ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ജനകീയ ക്യാമ്പയിനിൽ മികച്ച ഹരിത വിദ്യാലയ പ്രഖ്യാപനത്തിൽ A+ഓടെ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊതു ഇടങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കുമാരി ആൻലിയ ബിനോ അവതരിപ്പിച്ച പ്രൊജക്ടിന് 1ാം സ്ഥാനം ലഭിച്ചു. ഇതിനു പുറമെ മാതൃകാ ഹരിത വിദ്യാലയത്തിനുള്ള സമ്മാനവും നേടി. 10 വിദ്യാർത്ഥികൾ പദയാത്രയിൽ പങ്കെടുത്തു. ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ അനുമോദന യോഗം നടത്തി. പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നന്ദിക്കര സെന്ററിൽ നിന്നും ആഹ്ലാദ പ്രകടനവും നടത്തി. വരന്തരപ്പിള്ളിയിൽ പാലം പണിയുടെ പേരിൽ വീടിന് മുൻപിൽ കിടങ്ങ് നിർമ്മിച്ച സംഭവം. പരാതിക്കാരന് വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. പാലം പണിയുടെ പേരിൽ വീടിന് മുൻപിൽ കിടങ്ങു നിർമ്മിച്ചുവെന്ന സംഭവത്തിൽ പരാതിക്കാരന് വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നത് തടയരുതെന്നും വിധിയിലുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, സ്പെഷ്യൽ തഹസിൽദാർ, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർത്ത് വരന്തരപ്പിള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വലിയകത്ത് ഹനീഫ സമർപ്പിച്ച റിട്ട് പെറ്റീഷനിലാണ് ഹൈക്കോടതി വിധി. വരന്തരപ്പിള്ളി കച്ചേരിക്കടവ് പാലം അപ്രോച്ച് റോഡിന്റെ പേര് പറഞ്ഞ് ഹനീഫയുടെ വീടിനോട് ചേർന്നുള്ള ഭൂമിയിൽ 14 അടി താഴ്ചയിൽ കുഴിയെടുത്തെന്നാണ് പരാതി. കിണറടക്കമുള്ള 4.85 ഭൂമിയുടെ 1 സെന്റോളം ഭാഗത്താണ് കിടങ്ങ് നിർമ്മിച്ചിട്ടുള്ളത്. CPM വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM സജീവൻ, പഞ്ചായത്ത് അംഗം വാലിക്കോടൻ റഷീദ്, കരാറുകാരൻ വിജേഷ് എന്നിവർക്കെതിരെയാണ് ആക്ഷേപം. CPMൽ നിന്ന് രാജിവെച്ചതിന്റെ വൈരാഗ്യത്തിലാണ് തന്റെ വീടിന് മുന്നിൽ കിടങ്ങ് കീറിയതെന്ന് ഹനീഫ പറയുന്നു. CPM ഭരിക്കുന്ന വരന്തരപ്പിള്ളി സഹകരണ ബാങ്കിലെ അഴിമതി ചോദ്യം ചെയ്തപ്പോൾ ഒറ്റപ്പെട്ടതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നതെന്നും ഹനീഫ അറിയിച്ചു. കാടുകുറ്റി മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് നേതൃയോഗം നടത്തി. ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജിതി രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോയ്സി ആന്റു അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി പഞ്ചായത്ത് ചെറുവാളൂർ 13ാം വാർഡിൽ സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസ് യോഗത്തിൽ ജില്ലാ ഭാരവാഹികളായ സൂസി സുനിൽ, ലീന ഡേവിസ്, മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത്, ബാബു നമ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യലഹരിയിൽ അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റം. മകൻ അച്ഛനെ വെട്ടി.
ഗുരുവായൂർ നെന്മിനി പുതുക്കോട് വീട്ടിൽ 60 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രിയാണ് സംഭവം. മകൻ സുഭാഷുമായി വാക്കുതർക്കത്തിനിടെയാണ് ഉണ്ണികൃഷ്ണന്റെ തലയ്ക്ക് പുറകിൽ വെട്ടേറ്റത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. വെട്ടേറ്റയാളെ ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 100 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിക്കുളങ്ങര പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ പീഡന കേസ് പ്രതി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ക്ഷേമനിധി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. മദ്യലഹരിയിൽ അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റം. മകൻ അച്ഛനെ വെട്ടി. അതിരപ്പിള്ളിയിൽ ചെത്തുതൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. പോലീസ് ജീപ്പിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. ആമ്പല്ലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. മാലിന്യമുക്ത നവകേരളം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നടത്തിയ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ഹരിത വിദ്യാലയത്തിൽ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ A+ നേടി. ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ അനുമോദന യോഗം നടത്തി. വരന്തരപ്പിള്ളിയിൽ പാലം പണിയുടെ പേരിൽ വീടിന് മുൻപിൽ കിടങ്ങു നിർമ്മിച്ച സംഭവം. പരാതിക്കാരന് വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. കാടുകുറ്റി മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് നേതൃയോഗം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.